സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. എം.ആർ. അജിത് കുമാർ അടക്കം 6 പേർ പട്ടികയിലുണ്ട്. റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് പുരോഹിത് എന്നിവർ പട്ടികയിലുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇന്നലെ രാത്രി വൈകിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എം.ആർ. അജിത് കുമാർ അടക്കം 6 പേർ പട്ടികയിൽ. വിവാദങ്ങളുടെ തോഴനാണ്. അപ്പോൾ സ്വാഭാവികമായും ആർക്ക് മുൻഗണന എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഈ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ്. സംസ്ഥാന പോലീസ് മേധാവി അടുത്ത ജൂൺ 30 അദ്ദേഹം വിരമിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാഥമിക നടപടിക്രമം എന്ന പേരിൽ ഇത്രയധികം ഈ 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക സമർപ്പിക്കേണ്ടതിനാൽ അവരുടെ വിവരങ്ങൾ DGPയോട് ആവശ്യപ്പെട്ടത്. ആ പട്ടികയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ 6 ഉദ്യോഗസ്ഥരുടെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് താല്പര്യമുണ്ടോ എങ്കിൽ അവരുടെ മറ്റു വിവരങ്ങൾ കൂടി ശേഖരിച്ച് അവരുടെ ഒരു ബയോഡാറ്റ അടക്കം അത് കേന്ദ്രത്തിന് കൈമാറും. കേന്ദ്രം ഈ 6-ൽ നിന്ന് 3 ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കും. ആ 3 ഉദ്യോഗസ്ഥരിൽ നിന്ന് സർക്കാരിന് താല്പര്യമുള്ള ആളെ DGPയായി നിയോഗിക്കാമെന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഒരു നടപടിക്രമം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് സർക്കാർ ഈ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ 6ാമതായിട്ടാണ് DGP എം.ആർ. അജിത് കുമാറിൻ്റെ പേര് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹത്തിന് DGP തസ്തികയിലേക്ക് പോലും അദ്ദേഹം വരണമെങ്കിൽ ഈ DGP നിലവിലത്തെ DGPയുടെ വിരമിക്കലിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം തസ്തികയിലേക്ക് വരുന്നത്. പിന്നീടാണ് ഈ സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ള സ്ഥാനത്തേക്കാണെങ്കിൽ കൂടി അതിൻ്റെ പരിഗണനാക്രമങ്ങൾ നടപടിക്രമങ്ങൾ വരുമ്പോൾ ആദ്യ 1ാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളാണ്. അദ്ദേഹമാണ് സംസ്ഥാനത്തെ സീനിയോറിറ്റിയിൽ ഏറ്റവും മുന്നിലുള്ള ഉദ്യോഗസ്ഥൻ. പിന്നീട് IB അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ 2ാം സ്ഥാനത്ത്, വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത 3ാം സ്ഥാനത്ത്, മനോജ് എബ്രഹാം DGP മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയുള്ള DGP മനോജ് എബ്രഹാമാണ് 4ാം സ്ഥാനത്തുള്ളത്. പിന്നീട് SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് പുരോഹിത്തും. ഇതിവർക്ക് ശേഷമാണ് ഈ എം.ആർ. അജിത് കുമാർ ഈ പട്ടികയിൽ വരുന്നത്. ഇതിൽ നിലവിലത്തെ സാധാരണഗതിയിലുള്ള ഒരു പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടുള്ള നിതിൻ അഗർവാൾ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരുടെ സാധാരണഗതിയിലുള്ളൊരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിതീഷ് അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരായിരിക്കും ഈ അന്തിമ പട്ടികയിൽ വരേണ്ടത്. ഈ റവാഡ ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ IBയുടെ അഡീഷണൽ ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ IB ഡയറക്ടറായിട്ട് പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഉണ്ടാകുന്ന IB ഡയറക്ടർ ഒഴിവിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്ന സാധ്യത നിലനിൽക്കുന്നതിനാൽ അദ്ദേഹം ഈ പട്ടികയിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മനോജ് എബ്രഹാം ഈ നിലവിലത്തെ പട്ടികയിൽ മൂന്നാമത്തെ പേരായി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും കൂടുതൽ പരിഗണന ആർക്ക് എന്നുള്ള ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് കൂടുതൽ കാലം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ യോഗേഷ് ഗുപ്തയ്ക്ക് കൂടുതൽ പരിഗണന ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിതിൻ അഗർവാളിനും അതേ സാധ്യത തന്നെ നിലനിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ്. അന്തിമമായി വരുന്ന 3 പേരുടെ പട്ടികയിൽ നിന്ന് ഈ ആളുകളെ ആരെയാണ് സംസ്ഥാന പോലീസ് മേധാവി ആക്കേണ്ടത് എന്നുള്ളത്. എന്തായാലും ആദ്യ പരിഗണന യോഗേഷ് ഗുപ്തയ്ക്കും നിതിൻ അഗർവാളിനും, അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ മനോജ് എബ്രഹാം പോലെയുള്ള പേരുകളിലേക്ക് കാര്യങ്ങൾ വരിക. ഇതിനും ഒടുവിൽ മാത്രം, അതായത് ആദ്യ പട്ടികയിലുള്ള 3 ഉദ്യോഗസ്ഥരും തള്ളിപ്പോവുകയാണെങ്കിൽ മാത്രം അവർക്ക് ഈ DGP സ്ഥാനത്ത് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യമില്ല തുടങ്ങിയിട്ടുള്ള മറ്റ് വിഷയങ്ങൾ കൂടി പരിഗണിച്ച് ഇവരുടെ പേരുകൾ തള്ളിപ്പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന അന്തിമ പട്ടികയിലേക്ക് പോലും 3 പേരുടെ പട്ടികയിലേക്ക് പോലും DGP എം.ആർ. അജിത് കുമാർ എത്തുക. പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്താൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതൊക്കെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. 6 പേർ പട്ടികയിലുണ്ട്. എം.ആർ. അജിത് കുമാറുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.